എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ കിരണിന്റെയും കല്യാണിയുടെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ടൊരു കാര്യം പറഞ്ഞോട്ടെ, നമ്മുടെ ഡെയിലി സ്റ്റോറി എന്ന പേരിൽ ഒരു പുതിയ ചാനൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതിനകത്താണ് നിങ്ങളുടെ ഇഷ്ടവിശേഷങ്ങളായ അബിയുടെയും ജാനകിയുടെയും ഇഷിതയുടെയും മഹേഷിന്റെയും വേദയുടെയും വിക്രത്തിന്റെയും ഒക്കെ വിശേഷങ്ങൾ അപ്ലോഡ് ചെയ്യുന്നത്. മറക്കാതെ എല്ലാവരും കയറി ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കണേ. അതിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം കേട്ടോ. അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണാൻ പോകുന്ന ആകപ്പാടെ ശരി ഭ്രാന്ത് പിടിച്ച അവസ്ഥയിൽ നിൽക്കുകയാണ്. ഈ സമയത്ത് രാഹുൽ പറഞ്ഞു, ശരി നീ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല, ഇന്നത്തെ ഒരു ദിവസത്തോട് കൂടിയിട്ട് നാളെ തൊട്ട് നമ്മുടെ ശുക്രദശ ഉദിക്കുമെന്ന് പറയണം. ഇത് കേൾക്കാൻ തൊട്ട് കുറെ കാലമായിടോ ഞാന് ശുക്രദശ ഉദിച്ചു പോലും എന്നെ കൂടെ ആദ്യം ഒന്നും പറയിപ്പിക്കരുതെന്ന് പറയാണ്. ഇത് കേട്ടതും രാഹുൽ പറഞ്ഞു, നീ ഉദ്ദേശിക്കുന്നതല്ല കാര്യങ്ങള്, സത്യമായിട്ടുള്ള കാര്യം പറയണേ. അതിന്റെ ലക്ഷണങ്ങളൊക്കെ കണ്ടു തുടങ്ങിയിട്ട് പറയണേ. എന്ത് ലക്ഷണം? ഒരു ലക്ഷണവും കണ്ടു തുടങ്ങിയിട്ടില്ല. ഇപ്പൊ ഞാൻ ശരിക്കും വിചാരിക്കുന്നത് എന്തിനാണെന്നറിയാവോ? എന്തിനാ നമ്മളിങ്ങനെ ജീവിച്ചിരിക്കണേന്ന്. സ്വന്തം മകള് ഇനിയിപ്പൊ അധികം വൈകാതെ തന്നെ സത്യങ്ങളൊക്കെ തിരിച്ചറിയും. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അച്ഛനും അമ്മേനെ അവൾ ആദ്യം കൊല്ലും, പിന്നെ അവളും മരിക്കോളെന്ന് എനിക്ക് തോന്നുന്നേ. അവൾക്ക് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരിക്കും. പിന്നെ ആ മനോഹരനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവൾ വെറുതെ ഇരിക്കും തോന്നുന്നുണ്ടോ? ഒരു കാരണവശാലും ഇല്ല, അവള് തകർന്നു പോകും. പിന്നെ നമ്മുടെ തകർച്ച കണ്ട് അപ്പുറത്തുകാർ സന്തോഷിക്കും. അത് കാണാനായിട്ട് ഒരു കാരണവശാലും ഞാൻ ഉണ്ടാവത്തില്ലെന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും രാഹുൽ പറഞ്ഞു, ശാരി നിനക്ക് അതിന്റെ ഒന്നും ആവശ്യം വരത്തില്ല. നീ സന്തോഷമായിട്ട് ഇരിക്കുന്ന ഞാൻ കാണും. ഇന്നൊരു ദിവസം കൂടെ നീ സങ്കടപ്പെടോ, നാളെ മുതൽ നീ ചിരിക്കുമെന്ന് പറയണം. ചിരിക്കും, നല്ല ചിരി ഇരിക്കൂടോ. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ മിക്കവാറും ഞാൻ ചിരിക്കും. എന്നാന്നറിയാവോ, നിങ്ങൾ ചത്തെന്നറിഞ്ഞു കഴിയുമ്പോഴത്തേനും ആ ദിവസമായിരിക്കും ഞാൻ ചിരിക്കാനായിട്ട് പോകുന്നത്. അല്ലാതെ ഒരു ദിവസം ഞാൻ ചിരിക്കാൻ പോകുന്നില്ലെന്ന് പറയാണ്. ഇത് കേട്ട രാഹുൽ പറഞ്ഞു, നിനക്ക് എന്നെ വിശ്വാസം വരുന്നില്ലല്ലേ? അധികം വൈകാൻ നിനക്ക് വിശ്വസിക്കാൻ പറ്റൂന്നൊക്കെ പറയാണ്. പിന്നീട് രൂപ വിളിക്കുകയാണ്. രൂപ വിളിച്ചിട്ട് രാഹുലിനോട് പറഞ്ഞു, അതെ ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു, സീരിയസ് ആണെന്ന് അറിയാൻ കഴിഞ്ഞെന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും രാഹുൽ പറഞ്ഞു, സീരിയസ് ആണോ? അതെ സീരിയസ് ആണെന്ന് അറിയാൻ കഴിഞ്ഞേ. അല്ല നീ അങ്ങോട്ട് പോയില്ലേ? ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല എന്ന് പറയണ. തൽക്കാലത്തേക്ക് ഒരു കാര്യം ചെയ്യാം, നീ അവിടെ ഇച്ചിരി ഒന്ന് മാറി നിൽക്കണം നല്ലതെന്ന് പറയണേ. അങ്ങനെയാണ് ആ വീട്ടുകാർക്ക് സംശയമൊക്കെ തോന്നത്തില്ലെന്ന് നിൽക്കുക. ഓ അത് ശരിയാണല്ലോ, അത് ശരിയാ. ഒരു കാര്യം ചെയ്യാം, നീ എന്നാ ഒരു കാര്യം ചെയ്യാം, അങ്ങോട്ടേക്ക് ചെല്ല. ഇനിയിപ്പോ ഹോസ്പിറ്റലിൽ നീ ചെന്നില്ലെങ്കിൽ ആ പാടെ പ്രശ്നമാവെന്ന് പറയണം. നീയും കൂടെ അങ്ങോട്ടേക്ക് ചെല്ലാൻ പറയണം. ഇത് കേട്ട നിമിത്തം രൂപ പറഞ്ഞു, ശരി എന്നാ അങ്ങനെ ആയിക്കോട്ടെ എന്നൊക്കെ പറയണം. അയാളിപ്പൊ വിശ്വസിക്കുന്നുണ്ട് ചന്ദ്രേട്ടൻ വയ്യാതെ കിടക്കുക, ചന്ദ്രേട്ടൻ ഇപ്പോഴല്ലെങ്കിൽ ഇച്ചിരി കഴിയുമ്പോഴത്തേനും മരിക്കൂന്നൊക്കെയുള്ള കാര്യം അയാൾ വിശ്വസിക്കട്ടെ. ഇത്രയും കാലം ധനിക്കിട്ട് പണി തന്നല്ലേ, ഇനി താൻ കൊടുക്കാൻ പോകുന്നല്ല ഇടിപെട്ട് പണിയായിരിക്കും എന്നൊക്കെ രൂപ മനസ്സിൽ പറഞ്ഞിട്ട് നേരെ അങ്ങോട്ടേക്ക് ചെല്ലുവാണ്. ഈ സമയത്ത് ആൽബിയും സോണിയൊക്കെ അവിടെ ഉണ്ടായിരുന്നു, വീട്ടിലുണ്ടായിരുന്നു. പിന്നീട് ആൽബിയോട് സോണിയോട് ആയിട്ട് പറഞ്ഞു, അയാളെ ഞാൻ പറഞ്ഞല്ല വിശ്വസിച്ചെന്ന് പറയണം. അയാളുടെ വിചാരം എന്താ? ചന്ദ്രേട്ടൻ ഇപ്പൊ ഹോസ്പിറ്റലാണ്, അത്യാസന്നതിലെ കിടക്കുവന്ന, സീരിയസ് ആണെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേന് സോണി പറഞ്ഞു, എന്നാലും ഇത്രയും കാലം അതുപോലത്തെ ഒരു ദുഷ്ടനെയാണല്ലോ അമ്മ ആംഗ്ലയാന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ട് നടന്നേ, അമ്മയുടെ ജീവിതം നശിപ്പിച്ച കശ്മലല്ലേന്ന് ചോദിക്കുകയാണ്. ആലിബി പറഞ്ഞു, അത് ശരിയാന്ന് പറയാണ്. എനിക്ക് കുറച്ച് കഴിയുമ്പോൾ കണ്ടു ഞാന് ചന്ദ്രേട്ടൻ മരിച്ചെന്ന് അയാളോട് വിളിച്ചു പറയും. പിന്നീട് നടക്കാൻ പോകുന്ന എന്താന്ന് നമുക്ക് കാണാന്ന് പറയണം. ഈ സമയം സരുവിന്റെ മനോഹറിന്റെ അടുത്തേക്ക് രാഹുൽ എല്ലുവാണ്. ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും സരു എന്താ ഇങ്ങോട്ട് വന്നേന്ന് ചോദിക്കണം. അത് പിന്നെ മോളെ എനിക്ക് മോളോടൊക്കെ ചില കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ടെന്ന് പറയാണ്. നിന്റെ പ്രശ്നങ്ങൾ എല്ലാം മാറും, നിനക്ക് ഇനി സന്തോഷമുള്ള ദിവസങ്ങളാ വരാൻ പോണേന്ന് പറയാണ്. ഇത് കേട്ടത് മനോഹർ പറഞ്ഞു, എന്താ എന്തോ കാര്യമായിട്ട് തടഞ്ഞിട്ടുണ്ടെന്ന് തോന്നല്ലോ. ഈ സമയം രാഹുൽ പറഞ്ഞു, അതിനുള്ള പണികളൊക്കെ ഞാൻ ഒപ്പിച്ചു വെച്ചിട്ടുണ്ടെന്ന് പറയണം. ഇത് കേട്ട സരിയ പറഞ്ഞു, എന്റെ അച്ഛനല്ലേ, എന്തെങ്കിലും തന്ത്രം ഒപ്പിച്ച എല്ലാം പാളി പോകത്തുള്ളൂ. ഞാനിത് ആദ്യമായിട്ടൊന്ന് കാണുമൊന്നും അല്ല ചെയ്യുന്നേ, അച്ഛന്റെ തലയ്ക്ക് ഓളവാ, അച്ഛനിപ്പോ അല്ലെങ്കിലും നല്ല കാര്യങ്ങളൊന്നും ചെയ്യാറില്ലല്ലോ എന്ന് പറയണം. മോളെ അങ്ങനെ പറയരുത്, നീ കണ്ടോ നിനക്ക് നാളെ മുതൽ ചിരിക്കാന്ന് പറയണം. ചിരിക്കും, ഞാൻ ചിരിക്കണമെങ്കിൽ ആ അപ്പുറത്തുള്ള അവരുണ്ടല്ലോ, അവർ രണ്ടെണ്ണം കൂടെ തീരണം, എങ്കിൽ മാത്രം ഞാൻ ചിരിക്കുള്ളൂ പറയണം. ഇത് കേട്ടപ്പോ മനോഹർ പറഞ്ഞു, എന്താ മോളും എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കണമെന്ന് ചോദിക്കണം. അതെ മനുവേട്ടനെ അറിയത്തില്ലാത്തതുകൊണ്ട് എത്രമാത്രം എന്നെ അവർ ദ്രോഹിച്ചിട്ടുണ്ടെന്ന്, എന്നെ മനഃപൂർവ്വം നാണം കെടുത്താൻ വേണ്ടിട്ട് എത്ര വട്ടം ഒരുങ്ങിയിട്ടുണ്ടെന്നറിയോ. അതങ്ങനെ കയ്യും കെട്ടി നോക്കി എടുക്കാനായിട്ടൊന്നും എനിക്ക് പറ്റില്ല. എന്റെ അച്ഛൻ എന്ന് പറയുന്ന ദുഷ്ടൻ എന്തെങ്കിലും ചെയ്യുമായിരുന്നെങ്കിൽ എനിക്ക് സന്തോഷമാണ്. പക്ഷെ ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ഇങ്ങനെ കൊണ്ട് ഒന്നിനും നടക്കില്ലെന്ന്. അതുകൊണ്ടാണ് ഞാൻ കളത്തിലിറങ്ങി കളിക്കാൻ തുടങ്ങിയത് എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേനും രാഹുൽ പറഞ്ഞു, ഒരു ദിവസത്തോടെ മോൾ ക്ഷമിക്കുക, മോൾക്ക് നാളെ മുതൽ ചിരിക്കാന്ന് പറയണം. ആ കിരണും കല്യാണിയും കരയുന്ന കണ്ടിട്ട് ഇത് കേട്ടത് മനോഹറിന് മനസ്സിലായി, എന്തൊക്കെയോ പ്ലാനുകളും പദ്ധതികളും ഒക്കെ തന്റെ അമ്മായിച്ചൻ ചെയ്തിട്ടുണ്ട്. അതാണ് ഇങ്ങനെയൊക്കെ ഇത്ര വിശ്വാസത്തോട് പറയാനായിട്ട് കാരണം. അതെന്താണെന്നറിയത്തില്ല, മിക്കവാറും എന്തെങ്കിലും കൊട്ടേഷൻ കൊടുത്തു കാണായിരിക്കും ആരെങ്കിലും തീർക്കാനായിട്ട്. അല്ലെങ്കിൽ ഇത്ര സന്തോഷമൊന്നും ഒരു കാരണവശാലും വരില്ലല്ലോ.
പിന്നീട് രൂപ രാഹുലിന്റെ നമ്പറിലേക്ക് വിളിക്കുകയാണ്. നമ്പറിൽ വിളിച്ചിട്ട് വന്ന് ചന്ദ്രേട്ടൻ പോയെന്ന് പറയാണ്. അങ്ങനെ ചന്ദ്രേട്ടൻ മരണപ്പെട്ടെന്ന് പറയാണ്. ഇത് കേട്ടത് രാഹുലിന് അവിടെ കിടന്ന് തുള്ളിച്ചാടാനാ തോന്നിയത്. ഇതിൽ പല ഒരു സന്തോഷം രാഹുലിന് വേറെ ഇല്ലായിരുന്നു. കാരണം നല്ല പണി തന്നെയാണ് അവൾ കൊടുത്തിരിക്കുന്നത്. തന്റെ പെങ്ങളെ വെച്ച് താൻ കളിച്ചിരിക്കുന്നു, ഒടുവിൽ താൻ ജയിച്ചിരിക്കുന്നു. ഇത്രയും കാലത്തെ കാത്തിരിപ്പിന് ശേഷം അവസാനം അത് സംഭവിച്ചു. ഇനിയിപ്പോ രൂപയുടെ സ്വത്തുക്കളൊക്കെ തനിക്കും തന്റെ മകൾക്കും എല്ലാം വരും. അതിനേക്കാൾ ഉപരി ആ ചന്ദ്രസേന്റെ ശല്യം തീർന്നിരിക്കുന്നു. ഇനിയിപ്പോ താൻ പറയുന്ന രൂപ അനുസരിക്കുള്ളൂ. അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേനും രാഹുലിനെ നിലത്ത് വയ്ക്കാനായിട്ട് തോന്നില്ല. പെട്ടെന്ന് തന്നെ രാഹുല് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങുകയാണ്. ഈ സമയം ശാരി വെച്ചു, നിങ്ങൾ ഈ സമയത്ത് തന്നെ എങ്ങോട്ടാന്ന് ചോദിക്കാം. അതെ, ഒരു സന്തോഷം ഉണ്ടെന്ന് പറയണം. ഇങ്ങാർക്ക് ഇത് എന്ത് പറ്റിയെന്തോ ഭ്രാന്തായെന്നാ തോന്നുന്നേ. എന്റെ ഭഗവാനെ, ഇനി ഇങ്ങനെ കൊണ്ട് ചെങ്ങലക്ക് ഇരണ്ട വരുവോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ശാരി അങ്ങോട്ടേക്ക് കയറി പോവാണ്. ഈ സമയത്ത് താര രൂപയുടെ അടുത്തേക്ക് വന്നു. താരനെ കണ്ടത് രൂപ പറഞ്ഞു, അതെ, ആ രാഹുലിട്ട് പണി കൊടുക്കാൻ പറ്റിയൊരു നല്ല അവസരമാണ്. അത് നമ്മൾ നന്നായിട്ട് വിനിയോഗിച്ചെന്ന് പറയണം. ഇത് കേട്ടത് രാഹുൽ പറഞ്ഞു, അയാൾ വെറുതെ താര പറഞ്ഞു, അയാൾ വെറുതെ ഇരിക്കും തോന്നുന്നുണ്ടോന്ന് ചോദിക്കാം. വെറുതെ ഇരുന്നില്ലെങ്കിൽ എന്താ, അയാൾക്കിട്ട് നല്ല പണിയെടുക്കാൻ കൊടുക്കാനല്ലേ പോകുന്ന താരാന്ന് ചോദിക്കാം. അപ്പോഴേക്കും ആലിപ്പി സോണിയും കൂടെ അങ്ങോട്ട് വന്നു. സോണി പറഞ്ഞു, അതെ ആന്റി, ഇനിയിപ്പൊ അയാള് വെറുതെ ഇരുന്നാലും ഇല്ലെങ്കിലും അയാൾ ഇനി ഒരിക്കലും സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത കളിയിലേക്ക് കിട്ടാൻ പോന്നേ. അമ്മയും ഞങ്ങൾ എല്ലാരും കൂടെ ഒന്നിച്ചെന്നറിഞ്ഞു കഴിയുമ്പത്തിനും അയാൾക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ലെന്ന് പറയണം. പിന്നെ ആന്റിയുടെ കാര്യത്തിൽ ഞങ്ങൾ ചില തീരുമാനങ്ങൾ ഒത്തിട്ടുണ്ട്. ആന്റിയുടെ കാര്യം ഞങ്ങള് വിചാരണ ചെയ്യാനായിട്ട് പോവാ. അങ്ങനെ വിചാരണ ചെയ്ത് കഴിയുമ്പത്തിനും ആന്റിക്ക് ചോദിക്കാനുള്ള കാര്യങ്ങളെല്ലാം ചോദിച്ചോളാൻ പറയണം. പറയാനുള്ള പറഞ്ഞു, തല്ലണെങ്കിൽ തല്ലു കൊടുത്തോ, കൊല്ലണെങ്കിൽ കൊന്നോളാനൊക്കെ പറയണം. പെട്ടെന്ന് രൂപ പറഞ്ഞു, അത് ശരിയാ, ഇത് കോടതിയാണെന്ന് അങ്ങോട്ട് കരുതിയാൽ മതി. ഇവിടെ വെച്ച് നമ്മൾ അവനെ ചോദ്യം ചെയ്യുന്നു പറയണം. അവനെ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തും. ചന്ദ്രേട്ടന്റെ ബോഡി കാണാനായിട്ട് അവൻ ഇങ്ങോട്ടേക്ക് വരാതിരിക്കാൻ പറ്റില്ല. അവൻ കാണാനായിട്ട് വരും. അങ്ങനെ വരുമ്പോൾ വേണം അവനിട്ട് പണി കൊടുക്കാനായിട്ട്. ഈ വീട്ടിൽ നിന്ന് ചന്ദ്രേട്ടനെ അവൻ അടിച്ചിറക്കി വിട്ട്, അപ്പൊ ഈ വീട്ടിൽ വെച്ച് തന്നെ വേണം അവനിട്ട് പണി കൊടുക്കാനെന്ന് പറയണം. താരയ്ക്ക് സന്തോഷമായി. ഈ സമയത്ത് രാവിലെ സന്തോഷത്തോടു കൂടി പോയി റീത്ത് വാങ്ങുവാണ്. റീത്ത് വാങ്ങാൻ ചെന്നപ്പോ അയാൾ ചോദിച്ചു, സാറേ ഇത് മതിയോന്ന് ചോദിക്കാം. ഇത് മതിയോന്ന്, ധാരാളം മതിയെന്ന് പറയണം. അങ്ങനെ റീത്തൊക്കെ മേടിച്ച് നേരെ സന്തോഷത്തോടെ വരുവാണ്. അപ്പൊ രാഹുൽ ഓർത്തു, നേരെ വീട്ടിലേക്ക് പോകണം, അല്ല ഹോസ്പിറ്റലിലേക്ക് പോയേക്കാം. അവിടെ ചെന്നൊന്ന് കാണണം. അവനവിടെ കാണുമായിരിക്കും, കിരണൊക്കെ കാണുമായിരിക്കും. അവരുടെ എല്ലാം മുഴുവൻ നല്ലൊരു അഭിനയം തന്നെ കാഴ്ചവെക്കണം എന്ന് കരുതിയിട്ട് വണ്ടിക്കകത്ത് കൊണ്ട് റീത്തൊക്കെ വെച്ചിട്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് പോവാണ്. ഹോസ്പിറ്റലിലേക്ക് കയറി ചെന്ന് കഴിയുമ്പോഴത്തേനും അവിടെ ആകെപ്പാടെ വിഷമിച്ച് കിരണം നിൽക്കുന്നുണ്ടോ. പെട്ടെന്ന് സങ്കടമൊക്കെ അഭിനയിച്ചു എന്നിട്ട് പറഞ്ഞു, എന്നാലും അങ്ങനെ സംഭവിച്ചു പോലെ. എന്താ സംഭവിച്ചെന്നറിയോ? ഒരു നെഞ്ചുവേദന വന്നാ എന്താ സംഭവിച്ചെന്ന് അറിയത്തില്ല. പോസ്റ്റ്മോർട്ടം ഒക്കെ ചെയ്യണമെന്നോ അതിനൊക്കെ ബോഡി കൊടുത്തിരിക്കുമെന്ന് പറയണം. ഇത് കേട്ടിപ്പോ രാഹുൽ പറഞ്ഞു, മനുഷ്യന്റെ കാര്യമല്ലേ, എന്താ ഏതാ എപ്പോഴാന്നങ്ങനെ പറയാൻ പറ്റുമല്ലോ. പിന്നീട് രാഹുൽ കിരണിനോട് പറഞ്ഞു, അതെ മോൻ വിഷമിക്കൊന്നും വേണ്ട, നടക്കാനുള്ള എന്താണെങ്കിലും നടന്നു. മനുഷ്യന്റെ കാര്യമല്ലേ, ഇനി ബാക്കി വരുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാന്ന് പറയാണ്. ഈ സമയം കിരൺ മനസ്സിൽ ചിരിക്കുകയാണ്. അതേടാ, നീ ഇതെല്ലാം ഇതിലപ്പുറവും ചെയ്യുന്ന എനിക്കറിയാം. നീ സന്തോഷിച്ചോ, കുറച്ച് സമയത്തിന് മാത്രം നിന്റെ സന്തോഷം കാണത്തുള്ളൂ. എന്റെ അച്ഛനങ്ങോട്ട് മുകളിലേക്ക് പോയെന്നോർത്ത് നീ സന്തോഷിക്കാൻ നിനക്ക് 8ന്റെ പണിയായിട്ട് എന്റെ അച്ഛൻ നിന്റെ കൺമുന്നിലേക്ക് വരാൻ ഇനി നിമിഷങ്ങൾ മാത്രം ബാക്കിയുള്ളടാ എന്നൊക്കെ കിരൺ മനസ്സിൽ പറയണം. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാനായിട്ട് പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു.